നമസ്കാരം. ഇന്നിറങ്ങിയ ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോ. അപ്പോൾ ദിലീപേട്ടനെ ഇഷ്ടമില്ലാത്തവർ, ദിലീപേട്ടൻ്റെ സിനിമ ഇഷ്ടമില്ലാത്തവർ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർ ദയവായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടതാണ്. ഈ സിനിമ കാണാനുള്ള മെയിൻ പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ദിലീപേട്ടനാണ്, രണ്ടാമത് ലിസ്റ്റിൻ സ്റ്റീവനാണ്, മൂന്നാമത് ഷാരിസ് മുഹമ്മദാണ്, പിന്നെ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ബിൻഡോ സ്റ്റീഫനാണ്. അപ്പോൾ ദിലീപേട്ടൻ വളരെ നാളുകൾക്ക് ശേഷം പുതിയ ആൾക്കാരുമായിട്ട് സഹകരിക്കുന്ന, പുതിയ ടെക്നീഷ്യന്മാരുമായിട്ട് സഹകരിക്കുന്ന സിനിമയാണ് ഈ പറയുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള സിനിമ. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ സിനിമയുടെ ലോഞ്ചിങ് സമയത്ത് ഷാരിസ് മുഹമ്മദ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഒരു തരത്തിലും ദിലീപേട്ടൻ കൈകടത്തിയിട്ടില്ല, ഇത് ഔട്ട് ആൻഡ് ഔട്ട് തൻ്റെ കഥയും തൻ്റെ സൃഷ്ടിയുമാണെന്ന് പറയണ്ടേ. അപ്പോൾ അത് കാണാനും കൂടെയാണ് ഈ സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ തന്നെ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ആദ്യം ഈ സിനിമയുടെ പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യത്തെ പോസിറ്റീവ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടൻ തന്നെയാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡി ജോണറിലേക്ക് ദിലീപേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് ഈ സിനിമ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഒരു അത്യാവശ്യം ഒരു സ്ലോ ആയി പോകുന്ന ഫസ്റ്റ് ഹാഫും പിന്നെ എൻഗേജിങ് ആയി പോകുന്ന സെക്കൻഡ് ഹാഫും ഉള്ള ഒരു സിനിമയാണ് ഈ സിനിമ. പിന്നെ ചില സ്ഥലങ്ങളിലെല്ലാം നന്നായിട്ട് ഹ്യൂമർ വർക്കായിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പല സിറ്റുവേഷനിലെല്ലാം സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ചില ഇൻസിഡൻ്റ് എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സിനിമയാണിത്. ഒരു സാധാരണ കുടുംബത്തിൽ അച്ഛൻ, അമ്മ, 2 സഹോദരങ്ങൾ, പിന്നെ പ്രിൻസ് എന്നുള്ള ഈ ചേട്ടനും, ഒരു പണിക്കും പോകാത്ത ഫാമിലിയിലെ മറ്റംഗങ്ങളെ സ്വന്തം ഉത്തരവാദിത്തത്തോടു കൂടി അവരുടെ ഉത്തരവാദിത്തങ്ങളെ നടത്തുന്ന ഒരു ചേട്ടനായിട്ട് ദിലീപേട്ടൻ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അടുത്ത് ഇത്രയും വയസ്സായിട്ടും കല്യാണം നടക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും, തൻ്റെ സഹോദരങ്ങളെല്ലാം കല്യാണം നടക്കുമ്പോഴും അല്ലെങ്കിൽ അവർക്ക് കുഞ്ഞ് ജനിക്കുമ്പോഴും അത് നേരിടുന്ന ഒരു സാധാരണക്കാരൻ്റെ ഫീലിങ്സ് വളരെ കൃത്യതയോടുകൂടി ദിലീപേട്ടൻ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വളരെ നാളുകൾക്ക് ശേഷം തനിക്ക് വന്നു ചേരുന്ന ഭാര്യ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ, അതിലുണ്ടാകുന്ന ഫീലിങ്സ് എല്ലാം ദിലീപേട്ടൻ അതിഗംഭീരമായിട്ട് ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് മഞ്ജു പിള്ള. വളരെ നാളുകൾക്ക് ശേഷം മലയാളത്തിൽ അവർ കുറേയധികം സിനിമകൾ ചെയ്യുന്നുണ്ട്. അതിഗംഭീരമായിട്ടുള്ള അഭിനയമാണ് മഞ്ജു പിള്ള ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ സംഗീതം എടുത്തു പറയത്തക്ക ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോ എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ എൻഡ് പഞ്ചായിട്ട് നിർത്തുന്ന ഒരു സീൻ വളരെ രസകരമായിട്ടുണ്ട്. പിന്നെയുള്ള സീനുകളെല്ലാം ഇപ്പോൾ ജോണി ആൻ്റണിയുടെ ചില തമാശകളെല്ലാം നല്ല ഹിറ്റായിട്ടുണ്ടെങ്കിലും ഓക്കെ, അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. പിന്നെ ഇനി ഇതിൽ പറയാൻ പോകുന്നത് ഇതിൻ്റെ നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ അമ്മാതിരി കഥാപാത്രങ്ങളെ ആൾക്കാരെ ഇതിൽ കുത്തിക്കയറ്റിയിട്ടുണ്ട്. എന്തിനാണെന്ന് പോലും അറിയത്തില്ല. അതിൽ ധ്യാൻ ശ്രീനിവാസൻ്റെ ക്യാരക്ടർ എന്തിനാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കാരണം 1-2 ക്യാരക്ടറുകൾ അദ്ദേഹത്തിന് ചെയ്യാനുള്ള ഒരു സ്കോപ്പും ഇല്ലാത്ത ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 സീനാണുള്ളത്. മെയിനായിട്ടുള്ള പല സീനിലും അദ്ദേഹം ഇല്ല. അങ്ങനെയാണ്. അടുത്ത് പറയാനുള്ളത് നമ്മുടെ ബിന്ദു പണിക്കർ, അതുപോലെ തന്നെ സിദ്ദിഖ്, ഒരു ചെറിയ റോളിൽ വരുന്ന ഊർവശി, ഇങ്ങനെ ഒരു നീണ്ട താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. അപ്പോൾ അവർക്കൊന്നും അതിൽ ഇമ്പോർട്ടൻസ് ഒന്നും ഈ സിനിമയിലില്ല. കാരണം ഇത് പ്രിൻസിൻ്റെ കഥ പറയുന്ന സിനിമയാണ്. പ്രിൻസിന് തന്നെയാണ് പ്രാധാന്യം. പഴയ വിൻറ്റേജ് ദിലീപേട്ടൻ്റെ ഒരു കംബാക്കാണ് ഈ സിനിമ. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് മാത്രമേ തൻ്റെ ഉള്ള വികാരം തന്നെ കാണുന്ന പ്രേക്ഷകരിലേക്ക് കടത്തിവിടാൻ പറ്റുള്ളൂ. അങ്ങനെ കടത്തിവിട്ട ഒരു നടനാണ് ദിലീപേട്ടൻ. അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ചില സീനുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിഷമം നമ്മുടെ വിഷമമായി തോന്നുന്ന രീതിയിലുള്ള അഭിനയം ദിലീപേട്ടൻ കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ജു പിള്ള ചില 2-3 സീനിലൊക്കെ വേറെ ലെവലായിരുന്നു. മഞ്ജു പിള്ള ഹാറ്റ്സ് ഓഫ്. ഒരു സാധാരണ വീട്ടിൽ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് ചെയ്യുന്ന ഒരു പെൺകുട്ടി
കടന്നു വന്നാൽ അല്ലെങ്കിൽ ഭാര്യയായിട്ട് കടന്നു വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ സരസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. എന്നാൽ വളരെ ഫീൽ ഗുഡ് തരുന്ന ചില സീനുകളും ഇതിലുണ്ട്. ഈ അടുത്ത കാലത്ത് നടന്ന ഫാമിലി വ്ളോഗ് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുടെ ചില കാര്യങ്ങളെ ഇൻസ്പയർ ചെയ്ത് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇനി അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.